ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്. ഇപ്പോൾ ഇത്തിരി ദൂരെയാണ് കല്യാണം. നമ്മളെൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോൻ്റെ കല്യാണമാണ്. ഇപ്പോൾ പെണ്ണ് ആലപ്പുഴയിലാണ്. അപ്പോൾ നമ്മൾ പെണ്ണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് വൈകുന്നേരം കല്യാണ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഒരു ചായ കുടിക്കുക, എന്നിട്ട് നമ്മൾ ഒരു 7 മണിക്ക് അങ്ങനെ ഇറങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് താമസിച്ചിട്ടാണ്. ഒരു 7 മണി ആയപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി. എല്ലാവരും ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അതായത് വൈകുന്നേരം ഇവിടുന്ന് ഒരു മഗ്‌രിബ് പോയാൽ നാളെ രാവിലെയാണ് അവിടെ എത്തും. അപ്പോൾ നാളെയാണ് കല്യാണം. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. നമ്മളവിടുന്ന് ചായ കുടിച്ചു കേട്ടോ. എല്ലാവരെയും കണ്ട് സംസാരിച്ച് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇത്രയും ലോങ് പോകുന്നത് ഞാനും മക്കളും ആദ്യമായിട്ടാണ്. പിന്നെ ഇതാ നമുക്ക് വഴിയിൽ നിന്ന് കഴിക്കാനുള്ള കുഷ്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇതാ കസിൻസിൻ്റെ കൂടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതാ കുട്ടികളൊക്കെ നിരന്നിരിക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ചതാ എല്ലാവരും സെറ്റായി ഇറങ്ങിയൊക്കെയുണ്ട്. പിന്നെ ബസ് വരാൻ വേണ്ടിയിട്ടാണ് കാത്തിക്കുന്നത്. പിന്നെ എല്ലാവരും ഇവിടെ ഇല്ല, ഓരോരുത്തർ ഓരോരോ സ്റ്റോപ്പിൽ നിന്ന് കയറിക്കൊള്ളാമെന്ന് പറഞ്ഞു. കുറച്ചാൾ അങ്ങനെയാണ് കയറിയത്. അപ്പോൾ ബസ് വന്നു, അതിൽ കയറി. പിന്നെ ആകെയുള്ളൊരു ടെൻഷൻ ഫെമോൾ ഛർദ്ദിക്കും. അത് അങ്ങ് എത്തുന്നവരെയും അവിടെ നിന്ന് തിരിച്ച് ഇവിടെ എത്തുന്നവരെയും ടെൻഷൻ അടിച്ചൊരു കാര്യമാണ്. പക്ഷേ എന്തോ റബ്ബ് സഹായിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ചുരം കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിച്ചത്. അപ്പോഴേക്കൊരു 10:30 മണി അങ്ങനെ ആയിട്ടുണ്ട്. നമ്മളൊരു പെട്രോൾ പമ്പിൽ ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ സൈഡിലിരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം വേറെ എവിടെ നിർത്തിയാൽ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പിലാകുമ്പോഴുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെയാണ് എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം നല്ല ലേറ്റായി. അപ്പോൾ പിന്നെ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അതുവരെ നമ്മൾ ഭയങ്കര പാട്ടും ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോയത്. പിന്നെ അങ്ങോട്ടേക്ക് ആർക്കും വലിയതുണ്ടായിരുന്നില്ല. പിന്നെ ഉറങ്ങുന്നതും ശരിയാകുന്നില്ല, കാരണം സീറ്റിൽ ഇരുന്നാണല്ലോ ഉറങ്ങുന്നത്. മക്കളൊക്കെ ഒരു 11:30 മണി അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങി. ഇനിയിപ്പം ആലപ്പുഴ 6:30 കഴിഞ്ഞപ്പോഴേക്കും ആലപ്പുഴ എത്തി. ഇപ്പോൾ ട്രെയിന് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ പോസ്റ്റായി നിൽക്കേണ്ടി വന്നു. അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് പറയുമ്പോൾ ആർക്കൊന്നും തോന്നണ്ട, ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിട്ട് ട്രെയിന് കാണുന്നത് ഞാനിപ്പോഴാണ്. അതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ മെട്രോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിനൊക്കെ കണ്ട് മക്കൾക്കും അതൊരു അത്ഭുതമായിരുന്നു, കാരണം അവരും കണ്ടിട്ടില്ല. അങ്ങനെ ട്രെയിന് പാസ് ചെയ്ത് പോയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. റെയിൽപ്പാളത്തിൻ്റെ കുറച്ച് ഇത്തിരി അങ്ങോട്ടേക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. അപ്പോൾ അവിടത്തേക്ക് പോവുകയാണ്. പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, ചൂട് എന്ന് പറഞ്ഞാൽ അമ്പോ. കാരണം ഒരുമാതിരി എന്താ പറയുക, എന്നാൽ ഭയങ്കര ചൂടുമല്ല, തണുപ്പുമില്ല, തണുപ്പൊട്ടുമില്ല, ഒരു നല്ലൊരു കാറ്റ് വീശിയ ഒന്നുമില്ല കേട്ടോ. പിന്നെ അവിടുത്തെ ഉള്ളവർക്ക് ഇത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വയനാട്ടിലുള്ളവർക്ക് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഇവിടുന്ന് ആ കാലാവസ്ഥയിലെത്തുമ്പോൾ മക്കൾക്കും ഞമ്മക്കൊക്കെ ഒരു ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. കാരണം ഓർക്കൊക്കെ ദേഷ്യം പിടിക്കുക, കാരണം ഉറങ്ങാത്തതിൻ്റെ വേറെ. അപ്പോൾ അങ്ങനെ കുറച്ച് മൂഡിൻ്റെ ഒരു വിഷയം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുളിക്കുക, അതൊക്കെയാണ്. ഇന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞാലെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഒന്ന് ഉഷാറായി വരിക എല്ലാവരും. ആ ഒരു ഉറക്കിൻ്റെ ഒക്കെ ക്ഷീണം മാറണം.
ഉറങ്ങാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒരുങ്ങുമ്പോഴത്തേക്കും 11 മണിക്ക് ഓഡിറ്റോറിയത്തിലെത്തണം. പിന്നെ ഫുഡ് കഴിക്കണം, കാരണം നാസ്ത കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നാസ്ത കഴിച്ച് ഒരുങ്ങി അവിടെ എത്തണം. ഇവിടുന്ന് കുറച്ച് പോവാനുണ്ട് ഓഡിറ്റോറിയത്തിലേക്ക്. അങ്ങനെ റൂമിലെത്തി. അത്യാവശ്യം നല്ല സ്പേസുള്ള റൂമായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഒരു 5-6 ആൾക്കാർ ഫ്രഷ് ആവേണ്ട, അങ്ങനെ ഓരോ മക്കളും ഉണ്ടായിരുന്നു. വേറെ റൂമിലൊന്നും പോയിട്ടില്ല കേട്ടോ. റൂം വേറെ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കൂടെ ഉള്ള പോലെ തന്നെ എല്ലാവരും ഒരു റൂമിലാണ് നിന്നത്. ബാത്റൂം, പിന്നെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അന്നത്തെ കല്യാണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീട്ടിലേക്ക് വരാം. അതുവരേക്കും ബൈ.